ഹായ് ഓൾ. ഹായ് ഹായ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാൻസ് PCCയെ കുറിച്ചാണ്. ഫ്രാൻസിൽ വർക്ക് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാൻഡേറ്ററി ആയിട്ട് PCC അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അങ്ങനെയുള്ള സംശയങ്ങൾക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് അതിന് മുന്നേ മെയിനായിട്ടും മാൻഡേറ്ററി ആയിട്ടും ട്രൂ ഇൻ്റർനാഷണലിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ യൂഷ്വലി നമ്മൾ ഫ്രാൻസ് PCC എടുക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രാൻസിൻ്റെ ID കാർഡ് ഉണ്ടായിരിക്കും. ലൈക്ക് എനി അതർ കൺട്രി, ഇപ്പം GCCക്കൊക്കെ ഇക്കാം ID യോ എമിറേറ്റ്സ് ID യോ ഒക്കെ ഉള്ള പോലെ ബഹ്റൈനൊക്കെ CPR എന്ന് പറയും. അതുപോലെ നമ്മുടെ ഫ്രാൻസിനൊരു ID കാർഡ് ഉണ്ടായിരിക്കും. സോ ആ ID പ്രൂഫ് ആദ്യം സബ്മിറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫ്രാൻസിലേക്ക് പോയ സമയത്ത് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളൊരു പേജ് ഉണ്ടായിരിക്കും പാസ്പോർട്ടിൽ. ആ വിസ പേജിൻ്റെ കോപ്പി വേണം, പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻലി വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫ്രാൻസ് PCC എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത് ഒരു 15 വർക്കിംഗ് ഡേയ്സോളം ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഓക്കെ, 15 വർക്കിംഗ് ഡേയ്സ് ആകുമ്പോഴേക്കും കംപ്ലീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് PCC കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിളാണ്. അപ്പോൾ ഫ്രാൻസിൽ കുറേ വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ മേ ബി വേറെ യൂറോപ്യൻ കൺട്രീസിലോട്ടോ അല്ലെങ്കിൽ GCC കൺട്രിയിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ടൈമിലായിരിക്കും ഈ PCC ആവശ്യമായിട്ട് വരിക. അപ്പോൾ ആ സമയത്ത് ഒട്ടും റെലക്റ്റൻസ് ഇല്ലാതെ യു ക്യാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് അസ്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസും ഹെൽപ്പും ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൂയുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഫ്രാൻസിന് ആദ്യമായിട്ട് നിങ്ങൾ എൻട്രി ആയ ഡേറ്റും ഫൈനലി ഏറ്റവും ഫൈനലായിട്ട് എക്സിറ്റ് ആയ എൻട്രി എക്സിറ്റ് ഡേറ്റ്സും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് തന്നെ തരണം. ഇല്ലാന്നുണ്ടെങ്കിൽ മേ ബി അത് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.